നമ്മളെപ്പോഴാണ് മനസ്സിലാക്കുന്നത്, അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. മനസ്സിലാക്കാത്ത ദൂരം അത്രയും അകന്നകന്നു പോകും. ജീവിതം ഒരു പാഠമാണ്. ഇത് പുസ്തകം പോലെയാണ് ഈ തുറന്നു പോകുന്നത്. ഓരോ ദിവസം കഴിയുന്നതുപോലെ മനസ്സ് എത്ര അടുപ്പിക്കാൻ വേണ്ട അത്ര അടുപ്പിക്കേണ്ടത് നല്ലതാണ്. എന്നുവെച്ചാൽ നമുക്ക് എത്ര സങ്കടം വന്നാലും അത് അകന്നകന്നു പോകുന്ന ഓരോ ഇതുപോലെയാകണം. ഓരോ തെരുവിലൂടെ എന്ന് പറയുന്നത് സങ്കടം വന്നാൽ അപ്പം തന്നെ കാറ്റ് പോലെ വരുവാണ്. കാരണം നാളെ നമ്മൾ മരിക്കുന്നവർക്ക് എന്താണ് സങ്കടം അറിഞ്ഞിടത്തോളം ജീവിതം പാഠപുസ്തകം പോലെയാണ്. അതിനെ നമ്മൾക്ക് മറികടക്കാൻ കഴിയണം. നമ്മൾ പലവാരം ചിന്തിക്കുന്നില്ല. ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് വിജയിക്കും. അങ്ങനെ തോന്നുന്നത് നമുക്ക് എന്താ എത്ര തോറ്റാലും കുഴപ്പമില്ല, വിജയിക്കാൻ വേണ്ടി മനസ്സുണ്ടാവും. എനിക്കൊന്ന് ഇതുപോലെ പറയാൻ വേണ്ടി കുറേ പ്രാവശ്യം ശ്രമിച്ചതാണ്. ഞാൻ അപ്പോഴാണ് തോന്നുന്നത് എത്രയാണ് നമ്മൾ ശ്രമിക്കുന്നത് ഒത്തിരി പോയിന്റുകൾ കിട്ടും. ചിലപ്പോൾ മനസ്സിൽ ഒരുപാട് കഥകൾക്ക് ഓടി വരും. ആ കഥകൾക്ക് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. പക്ഷെ അത് നമ്മളായിട്ട് പൂർത്തിയാക്കണം. നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റ്. നമ്മൾ ഇന്ന് പറയാം, നാളെ പറയാം, അത് മാറ്റി വെക്കുക. പറയേണ്ട സമയത്ത് പറഞ്ഞെങ്കിൽ സാധനം കൈവിട്ടു. ഇന്നത്തെ വെക്കരുത്, നാളത്തെ വെക്കരുത്, മറ്റൊന്ന് പറയേണ്ട സമയത്ത് പറയേണ്ട സ്പോട്ട് പറയേണ്ടത്. നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ പറയേണ്ട സമയത്ത് പറയാമെന്ന് വെച്ചാൽ നാളെ മരിച്ചു പോകുമെന്ന് നമുക്കറിയില്ല. അതാണ് ജീവിതം. ഇല്ലെങ്കിൽ നാളെ ആ കബറിൽ നമ്മൾ കിടക്കുന്നു, അല്ലെങ്കിൽ മയ്യത്തായിട്ട് കിടക്കുന്നു. ഞാൻ പറയാം, നമുക്ക് എത്ര ആൾക്കാരാണ് സ്നേഹിക്കാൻ പറ്റുക അത്രയും സ്നേഹിക്കണം നല്ലതാണ്. ചതിക്കരുത്. ചതി കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കുഴിയിലേക്ക് ചെന്നെത്തും. നമ്മളുടെ ഭാഷ, നമ്മളുടെ സംസാരം എപ്പോൾ റെഡിയാവുന്നു അതെന്ത് കാര്യമായിട്ട്. അപ്പം നമ്മൾ ജീവിതമായാലും നമ്മളുടെ ഒരു സാധനം ഉണ്ടാക്കാൻ പോയാലും, ഒരു സാധനം എഴുതാൻ പോവുകയാണെങ്കിലും, ഒരു സാധനം പഠിപ്പിക്കാൻ പോവുകയാണെങ്കിലും ചിന്തിക്കുകയാണ് അത്ര നല്ലത്. ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ പറയാനൊരു ബുദ്ധിമുട്ട്. ചിന്തിച്ച കാര്യം വായിലൂടെ പറയാൻ പറ്റുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. എനിക്കത് പേടിപ്പോയി. കാരണം ഇന്നില്ലെങ്കിൽ നാളെ മരിച്ചു പോകും. അത് ഇന്നെങ്കിൽ ഇന്ന് ശ്രമിച്ചില്ലെങ്കിൽ അത് പോകും. പറയാൻ പറ്റുന്ന കാര്യം കട്ട് ചെയ്തെങ്കിലും പറയാൻ പറ്റും. അല്ലെങ്കിൽ ആസ്ഥാനം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം കണ്ടില്ലേ, ഭാവനം മുറിയാത്ത ആസ്ഥാനങ്ങൾ എന്ത്. ഒരു കാര്യം പറഞ്ഞാൽ അവർക്കൊരു കോമഡി പോലെയാണ് എൻ്റെ തോന്നുന്നത്. കാരണം എൻ്റെ നാവ് മുറിയുന്നില്ല. ഓരോ കാര്യം പറയാൻ പോകുമ്പോൾ കഷ്ടിച്ച് പറയാൻ നോക്കിയാൽ ഇപ്പം കണ്ടില്ലേ, നാടോ മലയാളം ഒപ്പിച്ചാണ് അവർ വരുന്നത്. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തും. അതുപോലെയാണ് ഇത് നിങ്ങൾക്കുള്ളൊരു മോട്ടിവേഷനായിട്ട് എടുത്താൽ നിങ്ങൾക്ക് നല്ലത്. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എല്ലാം ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മളോട് ജീവിതമാണ്. നമ്മൾ ആർക്കാണ് ജീവിതം കൊടുക്കേണ്ടത് നമ്മളാണ് തീരുമാനം. കാരണം ഇന്നില്ലെങ്കിൽ നാളെ പോകും. ആ മണ്ണിലടി കിടക്കുന്നത് നമ്മളാണ്. ഇന്ന് ചെയ്യാൻ പറ്റിയ കാര്യം ഇന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ കൈവിട്ടു പോകും. പക്ഷെ ഞാൻ പറയുന്നത് അത് നിങ്ങൾ തമാശയായിട്ടായിരിക്കും. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അവിടെയൊക്കെ റായനകിടൊക്കെ റിയാവൂല, കായനക്കിയാവൂല. മലയാളത്തിൽ പറയാനും പറ്റുന്നില്ല. മലയാളത്തിൽ കഷ്ടിട്ടാണ് മലയാളത്തിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ വരും. മനസ്സിലാണ്ടൊക്കെ മനസ്സിലാക്കാം. കാരണം മനസ്സ്
എപ്പോൾ പറയണം ആലോചിച്ചോണ്ടിരിക്കണം. ഞാൻ അപ്പം ആഗ്രഹിച്ചാണ് ഇപ്പം ഓർത്ത കാര്യം ഇപ്പം തന്നെ പറയണം. അല്ലെങ്കിൽ നാളൊക്കെ കുഴച്ചാൽ നാളും വരും, മറ്റാന്ന് വരും, മറ്റാന്നും വരും, അനഹിച്ചാനും വരും, അനഹിച്ചാന്നാവും. അപ്പം പറയുന്ന സമയത്ത് പറഞ്ഞില്ല അങ്ങനെ ഫോളോന്ന് പോലെയാണ്. അപ്പം എനിക്ക് ഒരാളോട് പറയണം എന്ന് തോന്നുന്നില്ല. അപ്പം അയാളോട് ഇന്ന സമയത്ത് ഇപ്പോൾ പറയണം, ആ സമയത്ത് ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഇന്ന് കണ്ടു, അല്ലെങ്കിൽ നാളെ കണ്ടു, അല്ലെങ്കിൽ ആ തെരുവിൽ പോകുന്ന സമയത്ത് കണ്ടു, ആ കണ്ടത് അയാളോട് ഇന്ന കാര്യം പറയണം. ആ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ നമുക്കാണ് ആ വേദന ഉണ്ടാകും. അതും ആലോചിച്ച് നമ്മളെ തന്നെ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ചില ആൾക്ക് ചിന്തിപ്പാൻ ഒരു മട്ടക്കേടില്ല, പക്ഷെ പറയാൻ പേടി. ഇത് ഒരു ദിവസം ഞാൻ യൂട്യൂബ് ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ കല്യാണം വീട്ടിൽ ഞാൻ വ്ളോഗുകൾ കാണിച്ചു. അപ്പോൾ ആൾക്ക് എനിക്ക് ഭയങ്കര പേടിയാണ്. ഇവിടെ നിങ്ങൾ ക്യാമറ പിടിച്ചത് കൊണ്ട് ഒരുപാട് കഷ്ടിച്ച് പിന്നെ കുറേ ശ്രമിച്ചു. അപ്പോൾ കടിച്ച് സങ്കടം ഇതും അവരോട് പറച്ച് സഹിച്ച് ഇനി എന്ത് ചെയ്യണം ആലോചിച്ചൊന്നും. അപ്പോഴാണ് ഞാൻ ബ്ലോഗ് എടുക്കുന്നത്. അവരെന്ത് ഒരുപാട് കാര്യങ്ങൾ പറയും. കുറേയൊക്കെ ചീത്ത എടുക്കുന്നു, കുറേയൊക്കെ ഇങ്ങനെയാക്കണം, അങ്ങനെ പറ്റാൻ ഇങ്ങനെയാക്കാൻ അങ്ങനെ. പക്ഷെ ഓരോ കാര്യം കുറ്റപ്പെടുത്തിക്കൊണ്ട് അതും സഹിച്ച് ഇത്രയും ഞാൻ എത്തിക്കൊണ്ടെങ്കിൽ കുറേ കല്യാണത്തൊക്കെയാണ് വിളിച്ചു. അപ്പോൾ ഓരോ കല്യാണം ഞാൻ ചെയ്യുന്നത് കഴിയില്ല. അപ്പം ഇത് നമ്മളൊരു ഗുണം. നമ്മൾ കഷ്ടപ്പെട്ടാലും അതിനുള്ള വെയിറ്റും കഷ്ടപ്പെട്ടു. അപ്പം കുറേ കഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെയാണ് ഈ നിലയിലെത്തുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടു. ആ സമയത്ത് ചില ആൾക്കാർ പിന്നെ അതൊരു രണ്ടാമത്തെ കഥാപാത്രം ഈ സ്റ്റേജിൽ കയറുക നല്ലത്. അതാ ഈ പുതിയാപ്പിളുടെ കൂടെ നിന്നൊക്കെ പറഞ്ഞു ഒന്നാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത് എനിക്കും അറിയും. വേണ്ടത് വെച്ചിരിക്കണം. നമ്മുടെ വീഡിയോ എടുക്കാൻ പറ്റും ഒന്നും കിട്ടില്ല. പിന്നെ എനിക്ക് ആൾ കണ്ട് പറയുന്നത് എനിക്കും ഉപകാരമില്ല. എന്നിട്ടാണ് കഷ്ടപ്പെട്ടത്. എല്ലാവരുടെയും കഥയും ഓരോ കാര്യമൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഒത്തിരി മുന്നേ സ്നേഹത്തോടെ കളിയാക്കാൻ ഞാൻ പാട്ട് പാടുന്ന ചില സമയത്ത് വീട്ടിൽ എന്നെ കുറിച്ചിട്ടാണ് ഒരുപാട് കാണാൻ പറ്റും. ഇത്രയൊക്കെ ദിവസമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കും കഴിയില്ല. ചില ആൾക്കാർ പറയും നടക്കുക. പറയുന്ന സമയത്ത് പറയുന്നത് ഒരു പെണ്ണായാലും അതമ്മ ജോലി ആയാലും അതമ്മ സാധനം എടുക്കാൻ പോയാലും തിരിച്ചു കിട്ടുക. അതിനകത്ത് പണിയെടുത്ത പൈസ വാങ്ങാൻ പോയാലും ചില ആളുകളുണ്ട് അവർക്ക് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് പറ്റിക്കാൻ പറ്റുമോ, എന്നിട്ട് നമ്മളോട് സംസാരിച്ചിട്ട് ഇങ്ങനെ പറ്റിക്കാൻ പറ്റുമെന്ന് ആൾക്കാരിങ്ങനെ നമ്മുടെ ഇന്ന് തരാം, നാളെ തരാം, മുട്ടാൻ തരാം എന്നെ പോലെ അതിൻ്റെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ പൈസ തരാൻ ബാക്കിയുമില്ല. പക്ഷെ എൻ്റെ പൈസ ഇഷ്ടംപോലെ തരട്ടെ, എൻ്റെ ദൈവം നോക്കി ചില സമയത്ത് എന്നെ തന്നെ മോട്ടിവേഷൻ ചെയ്യാൻ കുറേ വീഡിയോ കാണും. ഇപ്പോൾ ഈ അടുത്ത് ഒരു വീഡിയോ ഉണ്ട്. അത് വേണമെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് ഇടാം. ഞാൻ കാണിത്തരാം. അത് പേര് പറയാം. ID നോക്കി 1000 പൈസ അങ്ങനൊരു
കരയിലത്തെ ഒരു പെൺകുട്ടി വന്നിരുന്നു കോഴിക്കോട്ട്. അവിടെ അറിയില്ല, ഞാൻ അവളുടെ മോട്ടിവേഷൻ കേൾക്കാറുണ്ട്. ഞാൻ ആ മോട്ടിവേഷൻ തുടക്കത്തിലിട്ടിട്ട് ഒന്ന് വർക്ക് അതിനിടയിൽ അവിടെ നിന്ന് കേൾക്കാം. പിന്നെ ലാസ്റ്റിലാകുന്ന കേൾക്കണം. ഞാൻ ഇടാം. അത് കേട്ടിട്ട് അപ്പം നാം മനസ്സിലാക്കുന്നത് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുമില്ല ലോകത്ത്. ഒരു പണമായാലും മറ്റേ ജോലി ആയാലും അത് വർക്കായാലും വേണമെങ്കിൽ കപ്പ് വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതെ, അപ്പം ബായ്, നിങ്ങൾക്ക് ഇത് മതി. പിന്നൊരു കാര്യം പറയാൻ മറന്നു, ജീവിതം അതൊരു പാഠമാണ്. പറഞ്ഞൊന്നും അറിയില്ല. ഒരു സ്വപ്നം ഉണ്ടായിട്ട് ഒരു രാത്രി നിനക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, നീ തോൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എടാ, എല്ലാ ദിവസവും വെറുതെ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്തിട്ട് ലൈഫിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ മാത്രം ഒന്നും നടക്കുന്നില്ല, ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നതിന് പകരം പുഷ് യുവർ സെൽഫ് ഹാർഡ്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക. അവിടെ ആ സ്പിരിറ്റ്. പണ്ട് കലാം സാർ പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം എന്നാണ്. എടാ, ഒന്നുമില്ലെങ്കിലും നിന്റെ ഫാമിലിയുടെ ഇൻകം നോക്ക്. ലുക്ക് ആറ്റ് യുവർ ഫാമിലി ഇൻ ഹൗസ് കണ്ടീഷൻസ്. നീയും ആഗ്രഹിക്കുന്നില്ലേ നിന്റെ ഫാമിലിക്ക് ഒരു വെൽ സെറ്റിൽഡ് ലക്ഷറിയസ് ലൈഫ് കൊടുക്കാൻ? സോ അതുകൊണ്ടാ പറയുന്നത്, ഒറ്റക്കൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ട് ബി ദാറ്റ് ലൈൻ ബ്രേക്കർ മാൻ. എടാ, നിന്റെ കഥ കേൾക്കാൻ ഒരാളും റെഡി ആവില്ല until you succeed. So always remember, no risk, no story.